അതായത് ആരോപണം വന്ന പോലീസിൽ പരാതിയില്ലാത്ത സമയത്ത് തന്നെ പാർട്ടി അദ്ദേഹത്തിനെതിരെ പൂർണ്ണമായും പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. എത്രയോ മുഖ്യമന്ത്രിമാരെ അടുത്ത് പരിചയമുള്ള കഴിഞ്ഞ കുറേ നാളുകളിൽ ഏറ്റവും സജീവമായി ഇവിടെ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളാണെങ്കിൽ അതും വെച്ച് സംസാരിച്ചിട്ടുണ്ട്. പാലക്കാടിന്റെ മണ്ണിലേക്ക് അങ്ങനെ രമേശ് പിഷാരടി കോൺഗ്രസ് എന്ന പാർട്ടിയെ നട്ടെല്ല് നിവർത്തി പാലക്കാട് നിൽക്കാൻ സഹായിച്ച രണ്ടു പേരുണ്ട്. ആ രണ്ടു പേരെ ഒരിക്കലും നമ്മളാരും മറന്നു കളയരുത്. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് ഏകദേശം 13 വീടുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം വീടുകളില്ലാത്ത പാലക്കാട്ടെ ചില ജനതയ്ക്ക് കിട്ടിയത്. ഒരിക്കലും നമ്മളാരും അത് മറന്നു കളയരുത്. രമേശ് പിഷാരടി പല ആളുകളും അത് മറന്നുപോയപ്പോൾ ഇന്ന് രമേശ് പിഷാരടി അത് പല ആളുകളെയും പ്രത്യേകിച്ച് മീഡിയക്കാരെ അത് ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇന്ന് രാവിലെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അല്ല, ക്ഷമിക്കണം, രമേശ് പിഷാരടിയുടെ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രമേശ് പിഷാരടി പാലക്കാട്ടിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുമ്പായിട്ട് മാധ്യമങ്ങളെ എല്ലാം വിളിച്ചുകൂട്ടി കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമുക്ക് അതിലേക്ക് പോകാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിന് ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറ്റി രമേശ് പിഷാരടിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ഈ ചോദ്യങ്ങൾ രമേശ് പിഷാരടിയോട് ചോദിക്കാനുള്ളൊരു കാരണം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കുന്ന സമയത്ത് രാഹുലിന് വേണ്ടി പാലക്കാട് എത്തിയ ഒരു വ്യക്തിയായിരുന്നു രമേശ് പിഷാരടി, പ്രചാരണത്തിനൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ പാലക്കാട് രമേശ് പിഷാരടി വന്ന് മത്സരിക്കാൻ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഇത്രയും കോൺട്രവേഴ്സികൾ ഇവിടെ നടന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ആ പാർട്ടിക്ക് വേണ്ടി പാലക്കാട് രമേശ് പിഷാരടി മത്സരിക്കാൻ എത്തുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ആ ചോദ്യങ്ങൾക്ക് രമേശ് പിഷാരടി കൊടുക്കുന്ന തക്കതായ കുറച്ച് മറുപടികളുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. രാഹുലിനെതിരെ ആരോപണം വന്ന സമയത്ത് രാഹുലിനെ പിന്തുണച്ച ഒരാളുകൂടിയാണ് പിഷാരടി. അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും. പിന്തുണച്ചു എന്ന് പറയുന്നത് വന്നൊരു ഹെഡിങ് മാത്രമാണ്. ഞാൻ പാലക്കാട് ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ രാഹുലിന് പ്രചരണത്തിന് പോയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് MLA സ്ഥാനം ഒരു കേസ് തെളിയുന്നത് വരെ, അന്ന് എന്നോട് ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പരാതിയില്ല പോലീസിൽ. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്തയിലും വന്ന ആരോപണങ്ങൾ മാത്രം നിൽക്കുന്നൊരു സമയത്താണ് ഞാൻ പാലക്കാട് ഒരു ഫംഗ്ഷന് പോയത് ഈ ചോദ്യം ഉണ്ടാകുകയും ചെയ്യുന്നത്. അന്നാണ് ഞാൻ പറഞ്ഞത്, ഒരു പരാതി വന്ന, അതായത് ആരോപണം വന്ന പോലീസിൽ പരാതിയില്ലാത്ത സമയത്ത് തന്നെ പാർട്ടി അദ്ദേഹത്തിനെതിരെ പൂർണ്ണമായും പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. ബാക്കി നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തിയെ രമേശ് പിഷാരടി, നിങ്ങൾ മത്സരിക്കാൻ പോകുന്ന ആ പാർട്ടി അയാളെ അടിച്ച് പുറത്താക്കിയത് ശരിയാണോ? ശരിയാണോ? രമേശ് പിഷാരടി ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ബാക്കി പാർട്ടിയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യില്ല, കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ തന്നെ ഞങ്ങൾ പുറത്താക്കി കഴിഞ്ഞു എന്നൊക്കെ വലിയ കാര്യത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ആ ചെയ്ത നടപടി ശരിയാണോ? അതാണ് എൻ്റെ ചോദ്യം. അത് ഈ കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളല്ലോ. ബാക്കിയുള്ള പാർട്ടികളിൽ ഗണേശേട്ടനെതിരെയും ഒക്കെ ഇവിടെ സാധനങ്ങളിൽ മുകേഷ് ഏട്ടൻ ഇവർക്കെതിരെയൊക്കെ വന്നു, പരാതിയായി. എന്നിട്ട് പോലും അവരെ ഒന്നും ചെയ്തില്ലല്ലോ ആ പാർട്ടി. സംരക്ഷിച്ചല്ലോ. നിങ്ങളുടെ പാർട്ടി സംരക്ഷിക്കണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കേസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കോടതി പോലും അദ്ദേഹത്തെ വെറുതെ വിട്ടു. മനസ്സിലായില്ലേ? 1-2 കേസുകൾ സുഖമായിട്ട് അങ്ങ് തള്ളിപ്പോകും. ആ ഒരു അവസരത്തിൽ പോലും രാഹുലിനെ തിരിച്ച് നിങ്ങളുടെ പാർട്ടിയിലേക്ക് വിളിക്കുന്നില്ല. ആ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെ അല്ലേ? പാർട്ടി അങ്ങോട്ട് എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് ഒരു ആരോപണം വന്ന ഉടനെ ഒരുത്തനെ എടുത്ത് പാർട്ടിയിൽ നിന്ന് വെളിയിൽ കളയുകയാണെങ്കിൽ ആ പാർട്ടി സ്ട്രോങ് ആണോ? അതാണ് എൻ്റെ ഒരു ചോദ്യം. ആ പാർട്ടി സ്ട്രോങ് ആണോ? നമുക്ക് എന്തായാലും ബാക്കി കേൾക്കാം. രമേശ് ഏട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അത് കേൾക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അതിൽ നമുക്ക് അഭിപ്രായമില്ല എന്നുള്ള കാര്യത്തിൽ പറഞ്ഞത് പിന്തുണ എന്നുള്ള വാക്ക് വെച്ച് വന്നു എന്നുള്ളതേ ഉള്ളൂ.
ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഏത് കാര്യത്തിൽ നിന്ന് എനിക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും. ആ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി, പാലക്കാടിലെ ഇപ്പോഴത്തെ MLA, അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ, പോലീസിലുള്ള പരാതികൾ, അദ്ദേഹത്തിനെതിരെ കേസുകളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കോടതിയിലിരിക്കുകയാണ്. കോടതി അതിനെക്കുറിച്ച് അന്വേഷിക്കും. അദ്ദേഹം തെറ്റുകാരനാണ് അല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിധി വരും. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ടൊരു കാര്യവും അദ്ദേഹം അതിന്റെ വിധി അനുകൂലമായാലും പ്രതികൂലമായാലും അദ്ദേഹം അനുഭവിക്കാന്നുള്ളൂ. എന്നാൽ വിധി അനുകൂലമായാൽ നിങ്ങൾ മത്സരിക്കാൻ പോകുന്ന ഈ പാർട്ടിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരിച്ചെടുക്കുമോ രമേശ് ഏട്ടാ? അതുപോലെ തന്നെ ആ വ്യക്തി നിന്ന് മത്സരിച്ച് ജയിച്ച പാലക്കാട് ഒരുപാട് പേർക്ക് ആ വ്യക്തിയെ വളരെയധികം സ്നേഹമാണ്. ആ വ്യക്തി തന്നെ ആ സ്ഥലത്ത് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇല്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ പറ, കമന്റ് ബോക്സിൽ പറ, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ രമേശ് പിഷാരടിയെക്കാട്ടിലും നല്ലത് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നില്ലേ? രമേശ് പിഷാരടി വന്നാൽ അയാൾ നല്ല കാര്യങ്ങൾ ചെയ്യും, മനസ്സിലായില്ലേ? ഒരു 90% ഒരു ഉറപ്പ് എനിക്കുണ്ട്. നല്ല കാര്യങ്ങൾ അയാൾ ചെയ്യും. ഒരിക്കലും ആളുകൾക്ക് ദ്രോഹം വരുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രമേശ് പിഷാരടി എന്ന് എനിക്ക് തോന്നുന്നില്ല, മനസ്സിലായോ? പക്ഷേ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പാലക്കാട് അവിടെ രാഹുൽ തന്നെ വേണമെന്നല്ലേ? അല്ലേ? ഞാനതാണ് ആഗ്രഹിക്കുന്നത്. കാരണം പാലക്കാട്ടുകാരുടെ സ്നേഹം, രാഹുൽ ഇപ്പോഴും പാലക്കാട് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അയാളോട് കാണിക്കുന്ന ഒരു സ്നേഹം, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അയാൾ ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പുള്ളിയെ ഒരുപാട് ഇഷ്ടമാണ്. പുള്ളി തന്നെ അവരുടെ നേതാവായി നിൽക്കണം എന്ന് അവിടെ ആഗ്രഹിക്കുന്നുണ്ട് ആളുകൾ. അതിനെയെല്ലാം വെട്ടി വീഴ്ത്തിയാണ് രമേശ് പിഷാരടി അവിടെ ഇറക്കിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി. ബുദ്ധി കൊള്ളാം, നല്ലതാണ്, ജയിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ രമേശ് പിഷാരടി പറഞ്ഞതുപോലെ തന്നെ അയാൾ തെറ്റുകാരനല്ല എന്ന് തെളിഞ്ഞാൽ എന്ത് ചെയ്യും ഈ പാർട്ടി അയാൾക്ക് വേണ്ടി? അതാണ് എൻ്റെ ചോദ്യം. ഈ കല്ലെറിഞ്ഞവരെല്ലാം മാറി ഇന്ന് മോനെ രാഹുൽ നീ ഞങ്ങളെ എറിയടാ നീ എന്ന് പറയുമോ? നമുക്ക് ബാക്കി കേൾക്കാം. ഞാൻ അവിടെ ഇപ്പോഴത്തെ MLA എന്നുള്ള സ്ഥാനത്തിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. എന്നെയാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്, ഞാനാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോഴത്തെ MLA ആണ്. അവിടുത്തെ ഇപ്പോഴും ഇന്നലെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് വരെയും അവിടുത്തെ MLA ആണ്. അതിന് ബാധ്യതയുടെ പ്രശ്നമല്ല, അദ്ദേഹമാണ് അവിടുത്തെ MLA. ഞാൻ പറഞ്ഞതുപോലെ ചില നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങൾ ഏറ്റെടുക്കുകയും മുന്നിലേക്ക് പോവുകയും ചെയ്യേണ്ടതുണ്ടല്ലോ. അതെല്ലാം പാർട്ടി നേതൃത്വവും പാർട്ടിക്കാരും തീരുമാനിക്കുന്നതനുസരിച്ച്. ഞാനിപ്പോൾ ഇവിടുന്ന് ഇന്ന് പാലക്കാടേക്ക് എത്തുന്നതേ ഉള്ളൂ. അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഇത്തരം ആരോപണങ്ങൾ വന്നാൽ തിടുക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് നേതൃത്വത്തിനാണ്. അവർ അതിന് അനുകൂലമായ അല്ലെങ്കിൽ ഒരു ജനങ്ങൾ പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ ഹിതത്തിന് മാനിച്ചുകൊണ്ട് പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്ന തീരുമാനമാണ് നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതെന്ത് വർത്താനമാണ് രമേശ് പിഷാരടി? നേതൃത്വത്തിന് മനസ്സിലായോ ജനങ്ങൾക്ക് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പൊ തന്നെ അങ്ങ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, അതാണ് ജനങ്ങളുടെ ആഗ്രഹമെന്ന് നേതൃത്വം എങ്ങനെ മനസ്സിലാക്കി? അല്ല, എനിക്ക് തോന്നുന്നില്ല. പ്രിയപ്പെട്ടവരെ, വീഡിയോ കാണുന്ന നിങ്ങളൊന്ന് പറയണേ. നിങ്ങൾ പറയണേ, ഈ പോർഷൻ കാണുന്ന എല്ലാവരും താഴെ കമന്റ് ബോക്സിൽ പറയണം. നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ ഒരു കേസ് വന്നു, അതിൽ തെറ്റുകാരനാണോ തെറ്റുകാരനല്ലയോ, ശരിയാണോ പുള്ളിയുടെ ഭാഗത്ത്, അതോ പുള്ളിയുടെ ഭാഗത്ത് തെറ്റാണോ, ഇതെല്ലാം തെളിയുന്നതിന് മുമ്പ് അയാളെ ആ പാർട്ടിയിൽ നിന്നെടുത്ത് വെളിയിൽ കളഞ്ഞത്, അത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ? ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, തെളിയട്ടെ. അയാൾ തെറ്റുകാരനാണെങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കട്ടെ. ഞാൻ ഇപ്പോഴും അതേ പറയുള്ളൂ. അല്ലാതെ ഒന്നും തെളിയാതെ. എന്നാൽ അയാൾ വളരെ നിഷ്കളങ്കമായി തന്നെ അയാൾ കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് പറയുകയും ചെയ്തു. ആ വന്നവരെയൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ മാത്രമായിട്ടല്ല എല്ലാം ചെയ്തേക്കുന്നത്, അവരും കൂടെ ഉണ്ടായിരുന്നു ഇതിനകത്ത് എന്ന് അയാൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടേ. എന്നിട്ടും പുള്ളിയെ മാത്രം തെറ്റുകാരനെന്ന് പറയുന്ന ചില ആളുകൾ, അവരെയാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആ പാർട്ടിയിൽ പോലും ആ വ്യക്തിയോട് ചെയ്ത ആ പരിപാടി ഒന്ന് കേട്ട് രണ്ടാമത്തേന് നേരെ എടുത്തങ്ങ് തൂക്കി വെളിയിലോട്ട് കളഞ്ഞു. പുള്ളി ആ പാർട്ടിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ആ പാർട്ടിയിൽ നിന്ന് പാലക്കാട്ടുകാർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അതെല്ലാം പാർട്ടി മറന്നു. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയോട് എനിക്ക് ഇച്ചിരി താല്പര്യക്കുറവുണ്ട്. ഉള്ള കാര്യം ഞാൻ പറയും. ബാക്കി കേൾക്കാം.
അത് ചെയ്തു. അത് മറ്റൊരു പാർട്ടികളും എൻ്റെ അറിവിൽ ഇങ്ങനെ, അതായത് പോലീസിൽ പരാതി എത്തുന്നതിന് മുമ്പ്, പോലീസിലെത്തിയിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. പോലീസിലെത്തുന്നതിന് മുമ്പ് ഒരു തീരുമാനമെടുക്കുകയും പൂർണ്ണമായും എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും മാറ്റുകയും ചെയ്തിട്ടുള്ളതാണല്ലോ. ഇത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പം ഈ അതായത് ഏതാണ്ട് മൂന്നാമത്തെ ചോദ്യമായിട്ട് തന്നെ വന്നൊരു കാര്യമെന്നുള്ള നിലയിൽ ഇങ്ങനെ ഞാനത് കൺക്ലൂഡ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മൊറാലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ, കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളുടെ വിധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം അതെന്താണോ വരുന്നത് അത് അദ്ദേഹം അനുഭവിക്കുക. അദ്ദേഹം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമല്ല ചെയ്തിട്ടുണ്ട്, വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ അവിടെ നിന്ന് ഏറ്റെടുക്കുകയും അത് തുടർന്നു പോവുകയും എന്നാൽ കഴിയുന്ന ഇനി ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ ആ നല്ല കാര്യങ്ങളെല്ലാം ഞാൻ തുടരുക, പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക, പുതിയ കാര്യങ്ങൾ ചെയ്യുക. അത് രാഹുൽ എന്നല്ല, ഷാഫി തുടങ്ങി വെച്ച കാലം തൊട്ടാണ് പറയുന്നത്. ഒരു 15 വർഷമായിട്ട് പല ഒന്നിൻ്റെ തുടർച്ചയാണല്ലോ അത്. ആ കാര്യങ്ങൾ ഏറ്റെടുത്തുകയും നടത്തുക എന്നുള്ളതായിരിക്കും എൻ്റെ ലക്ഷ്യം. ഞാനൊരു കാര്യം പറയട്ടെ, പിഷാരടിക്ക് ഇനി വലിയ പണിയൊന്നും ഇല്ല. പിഷാരടി രാഹുൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് അവിടെ, അതൊന്ന് ഏറ്റെടുത്ത് പറയുന്നത് പോലെ അത് ഏറ്റെടുത്ത് അങ്ങ് നടത്തിയാൽ മതി. കൂടാതെ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയ വളരെ നല്ല കാര്യം. മനസ്സിലായില്ലേ? പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് ഞാനത് നേരത്തെ പറഞ്ഞു വെച്ചു, ഈ ബാക്കിയുള്ള പാർട്ടിക്കാരൊക്കെ ഇല്ല, ചെയ്യത്തില്ല. ഏത് പാർട്ടിയാണെങ്കിലും എന്തെങ്കിലും ഒരു ആരോപണം കേട്ട ഉടനെ അടിച്ചിറക്കണം അവനെ, ഇറങ്ങി പോടാ നീ, നിനക്കെതിരെ ആരോപണം വന്നു നീ വിട്ടോ എന്ന് വേറൊരു പാർട്ടിയും പറയത്തില്ല ചേട്ടാ. അതത്ര നല്ല കാര്യമായിട്ട് ചേട്ടൻ പറയണ്ട, അതൊരു മോശം കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാൾക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ അതിനകത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊന്ന് അറിഞ്ഞിട്ടല്ലേ അയാളെ പുറത്താക്കുകയോ ഇല്ലയോ ഒക്കെ തീരുമാനിക്കേണ്ടത്. കോടതിയിലാ കേസ് കഴിയട്ടെ. എന്തിനാ ആ കേസ് പകുതി വരെ ആയപ്പോൾ തന്നെ സുപ്രീം കോർട്ടിൽ വേറൊരു വിധി വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. ഒരു സ്ത്രീ, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ഒരാൾ വേറൊരു പുരുഷനുമായിട്ട് എന്തെങ്കിലും പരിപാടിക്ക് നടന്നു, എന്നിട്ട് ലാസ്റ്റ് അവനെതിരെ ഈ കേസും കൊടുത്ത് നടക്കുന്നത് നടക്കത്തില്ല ഇവിടെ എന്നൊരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ വിധി മതി രാഹുലിനെതിരെയുള്ള 2 കേസ് തള്ളിയങ്ങ് പോകാൻ. പിടികിട്ടിയോ? ഇതെല്ലാം ഈ ഒരു പശ്ചാത്തലത്തിൽ പോലും ആ പാർട്ടി രാഹുലിനെ തിരിച്ചെടുക്കുന്നില്ല എങ്കിൽ തെമ്മാടിത്തരം തന്നെയാണെന്നേ എനിക്ക് പറയാനുള്ളൂ. വേറെ ആർക്കൊക്കെയോ വേണ്ടി, വേറെ ഏതൊക്കെയോ പാർട്ടിയിലെ ചില നേതാക്കന്മാർക്ക് പൊള്ളിയപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് രാഹുലിനെ ഈ പാർട്ടിയിലുള്ള മറ്റേ പാർട്ടിയുടെ ചില ബിംബുകൾ അടിച്ചു വെളിയിലാക്കി. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടെ, മമ്മൂക്ക, രമേശ് പിഷാരടി രണ്ടുപേരും തമ്മിലുള്ള സൗഹൃദങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ രമേശ് പിഷാരടി ചോദിക്കുന്നുണ്ട് മമ്മൂക്കയെ പറ്റി. ഒരു കാര്യം രമേശ് പിഷാരടി പറയുന്നുണ്ട്, ഇത് കേട്ടോ, കേക്ക്. മമ്മൂക്ക അല്പം മുമ്പ്, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് കൂടെ വിളിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിച്ചു. അദ്ദേഹം എനിക്കൊരു എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷനുള്ള ഒരാളാണ്. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചർച്ചകൾ ചെയ്തിട്ടുള്ളതും ആശയ സംവാദങ്ങൾ നടത്തുന്നതും മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം എത്രയോ മുഖ്യമന്ത്രിമാരെ അടുത്ത് പരിചയമുള്ള, കഴിഞ്ഞ കുറേ നാളുകളിൽ ഏറ്റവും സജീവമായി ഇവിടെ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും, എതിരഭിപ്രായങ്ങളാണെങ്കിൽ അതും വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആരെങ്കിലും നിർബന്ധിച്ച് പ്രചരണത്തിന് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇത് അദ്ദേഹം ഉത്തരം പറയേണ്ട കാര്യമാണ്. എങ്കിലും വിജയിച്ചാൽ, അലി പറഞ്ഞതുപോലെ വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊണ്ടുവരാൻ പറ്റും. അപ്പോ രമേശ് പിഷാരടിയുടെ കളികൾ ഇനി അങ്ങനെയാണ്. ജയിക്കാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം മറ്റേ പാർട്ടിയെ ജനങ്ങൾക്ക് മടുത്ത് വെറുത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഏതൊരുത്തരാണെങ്കിലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നോട്ട് കൊടുത്ത് വിടും. അടുത്ത 5 വർഷം ഒന്ന് ട്രൈ ചെയ്യാം എന്ന് ഏതൊരു മലയാളിയും ചിന്തിക്കും. പ്രത്യേകിച്ച് രമേശ് പിഷാരടി പാലക്കാട് നിൽക്കുമ്പോൾ ഒരു ഇഷ്ടം ഇയാളോട് എല്ലാവർക്കും ഉണ്ട്. വോട്ട് കുത്തും, ജയിക്കട്ടെ. മമ്മൂക്കെ ഉറപ്പായിട്ട് കൊണ്ടുവരും. പാലക്കാട് വികസിക്കട്ടെന്നേ ഞാൻ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. വികസിക്കണം നമ്മുടെ നാട്, ഓരോ ജില്ലയും വികസിക്കട്ടെ. വികസനം വേണം. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത് മുഴുവൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.